5-10 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി റെഡിയാവും, ദോശ റെഡിയാവും. അല്ല ഞാൻ ചോദിക്കട്ടെ, സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അതിന്റെ ആവശ്യമില്ല. F0 വീണ്ടും ബാംഗ്ലൂർ തയ്യാർ ഫുഡ്സിൽ. അതെന്താ വീണ്ടും എന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കഴിഞ്ഞ 2 വീഡിയോ ഇതേ കമ്പനിയുടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് ആദ്യത്തത് കൊണ്ടുവന്നത് റൈസിൻ്റെതായിരുന്നു, രണ്ടാമത് മസാലയുടേതായിരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഒരു റെഡി ടു മിക്സ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇവർ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്, വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെഡി ടു മിക്സ് ചെയ്തിട്ട് നമ്മളെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ എത്തിക്കാൻ വേണ്ടി, കാരണം ഇത് എത്തിച്ചേ പറ്റുള്ളൂ. ഇന്നത്തെ ലോകം അത്രയും ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചിട്ട് നമ്മളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നുകൂടി സിമ്പിളാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടുന്ന് നമ്മളെ കൈകളിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. നേരെ കമ്പനിക്കകത്തേക്ക് പോവാം. തയ്യാർ ഫുഡ്സിൻ്റെ റെഡി ടു മിക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാൻ ഏറ്റവും ബെറ്റർ നമ്മുടെ മഹമ്മൂദ് തന്നെയാണ്, ബോസ് തന്നെയാണ് തയ്യാറിൻ്റെ. നിങ്ങൾ 2 പ്രാവശ്യം ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതാണ്. മഹമ്മൂദ് ഖാ തിരക്കിലാണോ? തിരക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, ഞാൻ രണ്ടാമതല്ല, ഇത് മൂന്നാമതാണല്ലേ. 3ാമത്തെ പ്രാവശ്യമാണ് തയ്യാറിലേക്ക് വന്നിരിക്കുന്നത്. ആദ്യത്തെ 2 വീഡിയോ നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാവരും. അതെന്തായാലും നമുക്ക് എത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് അതിന്റെ വിശേഷം? നല്ല സൗണ്ട് ഉണ്ടല്ലോ, കമ്പനിയുടെ ഉൾവശമായതുകൊണ്ട് നല്ല സൗണ്ട് ഉണ്ട്. എന്നാലും മാക്സിമം എങ്ങനെ അതിൻ്റെതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മൾ ഇതിൽ ഒരു 20 ഐറ്റംസുകളുണ്ട് റെഡി മിക്സിൽ. 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. എല്ലാവരും ഇപ്പോൾ തിരക്കുള്ള ജീവിതമല്ല, അത് കാരണം ഇതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട്. അതെ അതെ, ഇപ്പൊ പ്രത്യേകിച്ച് രാവിലത്തെ സമയം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബാംഗ്ലൂരാക്ക് പൊതുവേ ഇങ്ങനെയുള്ള റെഡി മിക്സ് കുറച്ച് പോകുന്നുണ്ട്. ഫ്രഷ് ഫുഡ് ഐറ്റംസ്, അതുപോലെ റെഡി മിക്സ് ഐറ്റംസ് പെട്ടെന്ന് റെഡിയാകാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ 2 പേരും വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതല്ലേ. അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളിലേക്കുള്ളതാണ് ഇപ്പോൾ നമ്മളൊരു ഫോക്കസ് പോകുന്നത് ബിസിനസ്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവ് 2 പേരും ജോലി ഉണ്ടെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അതിന് അവരെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബിസിനസ്സിലേക്ക് ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ ഐറ്റംസ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട എന്തൊക്കെ ഉണ്ട്? ഇപ്പോൾ ദോശ ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്. ഇഡ്ഡലിയിൽ നിങ്ങൾക്ക് ഇഡ്ഡലി ദോശ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇഡ്ഡലി 5 മിനിറ്റോളോ? 5-10 മിനിറ്റ് കൊണ്ട് ഇഡ്ഡലി റെഡിയാവും, ദോശ റെഡിയാവും. അല്ല ഞാൻ ചോദിക്കട്ടെ, സാധാരണ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ അതെങ്ങനെ ചെയ്തെടുക്കുന്നത്? അതിപ്പോൾ നമ്മൾ പിന്നെ പുളിച്ച തൈര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈക്വൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ ബോക്സിൻ്റെ മുകളിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ റെഡി ചെയ്യേണ്ട വിധങ്ങൾ എഴുതിയിട്ടുണ്ട്. പുളിച്ച തൈര് വേണം ഇതിന് നിർബന്ധമായിട്ട് ഈ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി. പുളിച്ച തൈര് ഉണ്ടായാൽ മതി. അപ്പൊ പുളിച്ച തൈരിന് വെറും 5 മിനിറ്റ് മതി. 5 മിനിറ്റ് മതി. നമ്മൾ തലേ ദിവസം മുതലേ എടുക്കുന്ന പണി വേണ്ട. 5 മിനിറ്റ് നിങ്ങൾക്ക് ആ സാധനം എപ്പോഴും സ്റ്റോക്ക് ചെയ്താൽ 6 മാസം വരെ അത് ഒന്നും കേടുകൂടാണ്ട് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. സാമ്പാർ ഇറങ്ങുന്നുണ്ട്, ഇപ്പോൾ അതും ചെയ്യുന്നുണ്ട്. ചട്നി ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ദോശക്ക് വേണ്ടിയിട്ട് ചട്നി, പിന്നെ ദോശക്ക് വേണ്ടിയിട്ട് സാമ്പാർ, പിന്നെ റവ ഇഡ്ഡലി. ഇവിടെ ബാംഗ്ലൂരാർക്ക് നിർബന്ധമാണ് റവ ഇഡ്ഡലി. അതിപ്പോൾ ഇവിടെ കൂടുതൽ പോകുന്നുണ്ട്. ശരീരത്തിന് നല്ലൊരു സാധനമാണ് റവ ഇഡ്ഡലി. പിന്നെ വേറെന്താ വരുന്നത് അതിൽ? പിന്നെ റവ ഇഡ്ഡലി, റവ ദോശ, റൈസ് ഇഡ്ഡലി, ഉപ്മാ മിക്സ് വരുന്നുണ്ട്, 3 മിനിറ്റ് ഉപ്മാ വരുന്നുണ്ട്, സാമ്പാർ, ചട്നി, അങ്ങനെ ഒരുപാട്. പിന്നെ നമ്മുടെ കേസരി ഭാത്ത്, നമ്മുടെ നാട്ടിലെന്താ പറയാന്ന് എനിക്കറിയാം, സ്വീറ്റ് വരുന്നത് കേസരി ഭാത്ത്. അതെല്ലാം 3 മിനിറ്റ് കൊണ്ട്. ഇപ്പോൾ ആരും ഗസ്റ്റ് വന്നാൽ നിങ്ങൾക്ക് ഒരു 3 മിനിറ്റ് കൊണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കേസരി ഭാത്ത് റെഡി, പരിപാടിയായി. അതിന് കാഷ്യൂനട്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ടാവും. ഓക്കെ, ശരിക്കും എന്താ പറയാ, ഭയങ്കര സ്പീഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ട് കൊടുക്കുന്നത്. അടിപൊളി. അപ്പൊ ഇതിന്റെ ഈ ചെയ്യുന്ന വിധങ്ങള് അത് നമുക്ക് എങ്ങനെ മനസ്സിലായി? അതിന്റെ പിന്നെ കവറിന്റെ ഓരോന്നിനും ഒരു ഇതുണ്ട്, പിന്നെ ഡിഫറെന്റ് എഴുതിയിട്ടുണ്ട്. ബോക്സിന് കൊണ്ട് എഴുതിയിട്ടുണ്ട് ചെയ്യേണ്ട വിധങ്ങൾ. കന്നഡ, മലയാളം, ഇംഗ്ലീഷിൽ 3 ലാംഗ്വേജിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, കന്നഡ, ഇംഗ്ലീഷ് ഓക്കെ. അതിപ്പോ ബാംഗ്ലൂരാണ് ഈ കമ്പനി ഉള്ളത്. കേരളത്തിൽ കുറച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതിൽ കൂടുതൽ ആൾക്കാർ പ്ലെയർ ഇല്ല ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ. അപ്പോൾ കേരളത്തിൽ ഇതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ. അത് ശരി. നിലവിൽ കമ്പനികൾ കുറവാണ്. അപ്പോൾ കേരള മാർക്കറ്റിലും കൂടി ചെയ്യാൻ വേണ്ടി മലയാളം കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക്. അത് ശരി. അപ്പോൾ നമ്മുടെ 2 വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കേരള മാർക്കറ്റും മാക്സിമം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇത് ചെയ്തെടുക്കുന്ന രീതി, കാരണം ഓരോന്നിനും ഓരോ മിക്സ് ഒക്കെ ഉണ്ടാവില്ല ശരിക്കും. അതെങ്ങനെ നിങ്ങൾ സെപ്പറേറ്റ് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഓരോ സാധനങ്ങളിൽ.
സെപ്പറേറ്റ് സാമ്പാർ മസാലക്ക് വേറെ ആയിരിക്കും, റൈസ് പ്രൊഡക്റ്റിന് വേറെ ആയിരിക്കും, അത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ രഹസ്യങ്ങൾ പുറത്തേക്ക് അങ്ങനെ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മളത് സീക്രട്ട് ഉണ്ടാവില്ലേ, അത് പ്രത്യേക ഇങ്ങനെ R&D വിങ് അങ്ങനെ R&D വിങ്ങിൽ നമ്മളത് ഉണ്ട്, ഇതിനായിട്ട് പ്രത്യേക വിങ് ഉണ്ട്. ഇത് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ ഓരോ പ്രൊഡക്റ്റ് നമ്മളത് വെച്ച് ചെക്ക് ചെയ്ത് അത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ചിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം അങ്ങനെ കൂടുതലായിട്ട് ഇല്ലാത്തൊരു കാര്യം കൂടിയാണല്ലോ. പിന്നെ പുതിയ പ്രൊഡക്റ്റിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയുണ്ട്. ഓക്കെ, പ്രൈസ് വൈസ് നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ റീസണബിൾ പ്രൈസാണ്. ആണോ? ആർക്കും അഫോർഡബിൾ പ്രൈസാണ്, അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ പ്രശ്നമില്ലാത്ത റേറ്റിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നല്ല ഗുണമുള്ളൊരു കാര്യമാണ്. കാരണം രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഈ 5 മിനിറ്റോട് ഇഡ്ഡലി ആവുന്ന സത്യത്തിൽ ഞാൻ ആ കേട്ടപ്പോൾ വിശ്വസിച്ചിട്ടില്ല. 5 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ഒരു ഇഡ്ഡലിയൊക്കെ ആക്കി എടുക്കുന്നുള്ളത്. ഇവിടെ കമ്പനിയിൽ വന്നപ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കാരണം രാവിലെ ജോലിക്കൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഇതാണ് ഫാസ്റ്റായിട്ട്, കാരണം കുറച്ച് ഉറങ്ങി തീർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് ഫുഡും കഴിച്ചിട്ട് വരാൻ പറ്റുന്നൊക്കെ ഇവിടെ തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് വരാനും ചോദിക്കാനൊക്കെ ഒരു ആഗ്രഹം വന്നത്. അതുപോലെ ബജ്ജി ബോണ്ടിനെ കുറിച്ചിട്ട് ഞാൻ മേലെ കണ്ടു. അതെന്താ സംഭവിച്ചിരിക്കുമോ? അത് നമ്മളെ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്നത്. ബജ്ജി, ബോണ്ട, നമ്മളെ പക്വട, ഉള്ളിവട എന്നെല്ലാം പറയും നമ്മുടെ നാട്ടിലുള്ള. അത് ഒരൊറ്റ മാവിനെ കൊണ്ട് നിങ്ങൾക്ക് പലവിധ കടികൾ നടത്താൻ പറ്റും. പിന്നെ ബജ്ജി, ഇവിടെ ബജ്ജി, ബോണ്ട, നമ്മളെ ബോണ്ട, അതുപോലെ തന്നെ ഉള്ളിവട, പിന്നെ എഗ് പക്വട, അങ്ങനെ ഒരുപാട് വെറൈറ്റി ആ ഒരൊറ്റ മാവിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു മാവ് മതി, ഒറ്റ മാവ് മതി, ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. വളരെ ഈസിയാണ്, വെള്ളത്തിൽ മിക്സ് ചെയ്യാൻ വേണ്ടുള്ളൂ. അതിൽ സാൾട്ട് ഇൻക്ലൂഡാണ്, ഒന്നും ചേർക്കാനില്ല. അതിൽ വേറെ ഒന്നും ചേർക്കാൻ. വെള്ളത്തിൽ നിങ്ങൾ മുട്ട വേണം മുട്ട ഇടുക, ഉള്ളി വേണമെങ്കിൽ ഉള്ളി ഇടുക. അതെ, നിങ്ങളുടെ ഏതാ ചോയ്സ് ഉള്ളത് ആ ചോയ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് പൊരിച്ചെടുത്താൽ മതി. ഇത് ഓരോരോ സാധനം വാങ്ങിക്കാനും പോകേണ്ട ആവശ്യമില്ല. നോമ്പിനും അതുപോലെ തന്നെ ഗസ്റ്റ് വന്നാലെല്ലാം വളരെ ഉപയോഗപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മളെ കേസരി ബാത്ത്, അതുപോലെ ബജ്ജി ബോണ്ട മിക്സ്. ഗസ്റ്റ് വന്ന് 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈ സ്നാക്സ് കൊടുക്കാൻ പറ്റും. മധുരവും കൊടുക്കാൻ പറ്റും, എരിവും കൊടുക്കാം. എങ്ങനെയുണ്ട് തയ്യാറിന്റെ റെഡി മിക്സിന്റെ വിശേഷങ്ങള്? അടിപൊളിയല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് രാവിലെ തന്നെ എന്നിട്ട് ഒരു റവ ഇഡ്ഡലിയോ റവ ദോശയോ അല്ലെങ്കിൽ റൈസ് ഇഡ്ഡലിയോ റൈസ് ദോശയോ നമ്മുടെ ഉപ്മ എന്തോ ആയിക്കോട്ടെ, ഒരു 5 മിനിറ്റ് മാക്സിമം പോയ ഒരു 10 മിനിറ്റിന്റെ കൂടെ നമുക്ക് ഈ പറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിച്ചിട്ട് നമുക്ക് പോകേണ്ട ഭാഗത്തേക്ക് നമുക്ക് പോവാം അല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, എല്ലാം ഫാസ്റ്റാണ്. ഇപ്പോൾ ലോകം തന്നെ ഫാസ്റ്റ് ആണല്ലോ, അതിനെ വളരെ എളുപ്പത്തിലാക്കി തരാണ് ചെയ്തിരിക്കുന്നത് തയ്യാർ ഫുഡ്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായും കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഈ കമ്പനിയുടെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം, കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഈ ഒരു വീഡിയോ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.